ഞാനാണോ പോയിസൺ മിക്സ് ചെയ്തു ഏത് ഗ്ലാസ്സിൽ? ഈ ഗ്ലാസ്സിൽ. ഉറപ്പാണല്ലോ? വേണേ കുടിച്ചു നോക്കൂ. കൊണ്ടുപോടാ. ഈ കടങ്കഥയുടെ ഉത്തരം പറ. Oh my God! എനിക്കൊന്നും മനസ്സിലായോ? ഇതിൽ ഇത്ര മനസ്സിലാക്കാൻ പറയാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മുടെ ചാപ്ലിന്റെ ജന്മദിനം പ്രമാണിച്ച് നമുക്ക് ഒരു ഗ്ലാസ് പായസം കുടിക്കാം. Many happy returns of the day, Chaplin. താങ്ക് യു മാഡം. നാൻസികൾ കൊടുക്ക്. കുടിക്കാൻ വരട്ടെ. കടങ്കഥയുടെ ഉത്തരം പറഞ്ഞിട്ട് കുടിച്ചാൽ മതി. അയ്യോ പറഞ്ഞു തൊലയ്ക്കേ. തൊലച്ചോണ്ടിരിക്കല്ലേ? അതായത് ഇത് നെല്ല്, ഇത് തോണി, ഇത് കോഴി, ഇത് തോണിക്കാരൻ, ഇത് കുറുക്കൻ. ഈ കുറുക്കനും കോഴിയും കൂടെ ഒരിടത്ത് നിർത്തിയാൽ കുറുക്കൻ കോഴി പിടിക്കും. ഈ നെല്ലും കോഴിയും കൂടെ ഒന്നിച്ച് വെച്ചാൽ നെല്ല് കോഴിയും. ഈ തോണിയില് 2 ഐറ്റത്തിൽ കൂടുതൽ കയറ്റിയാൽ തോണി മുങ്ങും, കയറ്റാൻ പറ്റില്ല. അപ്പോ എല്ലാ ഐറ്റത്തിനും കൂടി എങ്ങനെ അക്കരെ കടത്തും? അതാണ് ഇവിടുത്തെ പ്രശ്നം. കുറുക്കൻ കോഴിയെ തിന്നാൻ പാടില്ല, കോഴി നെല്ല് തിന്നാൻ പാടില്ല, തോണി മുങ്ങാൻ പാടില്ല, ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നും മനസ്സിലാക്കാൻ പാടില്ല. ഓക്കെ, കുടിക്ക്. ഞാനും കുടിക്കാം. നല്ല ബെസ്റ്റ് പായസം. എടുക്കൂ, കുടിക്കൂ. സാറ് പായസം കുടിക്കണം സാർ. നീ കുടിക്ക്. എന്റെ ജന്മദിനമല്ലേ, സാറ് കുടിക്കണം. നിന്റെ ജന്മദിനമല്ലേ, നീ കുടിച്ചാ മതി. സാറ് കുടിക്കുന്നതാണ് എനിക്ക് സന്തോഷം. നീ കുടിക്കുന്ന എനിക്ക് സന്തോഷം. അല്ല, അങ്ങനെ പറയരുത്. സാർ കുടിച്ചാൽ എടുത്ത് കുടിക്കണം. നീ കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിച്ചോളാം. നല്ല ടേസ്റ്റ്. കുടിക്കൂ. അങ്ങൾ കുടിക്കുന്നില്ലേ? ഇനിയോ ചാപ്ലിൻ, ഇപ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്റെ ആൽബം സാറേ, കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ ദൗത്യം ഞാൻ ഏറ്റെടുത്തത്. സാറിന്റെ ഇടപെടൽ കാരണം എന്റെ പ്ലാനിങ് എല്ലാം പൊളിയാണ്. ഇക്കണക്കിന് പോയാൽ ഞാൻ കുത്തുവാള എടുക്കുന്നു മാത്രമല്ല, എന്റെ പുകയും കാണും. ഇതിലും നല്ല ജയിലിൽ പോയി ഉണ്ട തിന്നെയായിരുന്നു. അപ്പൊ ഉണ്ട തിന്നാൻ തന്നെ തീരുമാനിച്ചോ? ഉണ്ട എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഞാൻ ഈ പണി നിർത്തി സ്ഥലം വിടുകയാണ്. പോയിക്കോ. പക്ഷെ ആ ഫോട്ടോ എന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. അയ്യോ, ഇയാളെന്റെ ഉയരം കൊണ്ടേ പോവും. താൻ വിഷമിക്കണ്ട. നാളത്തെ കൊണ്ട് നമുക്ക് അവളുടെ കഥ കഴിക്കാം. എന്നാ കഥ പറയൂ. രാവിലെ നാൻസി പള്ളിയിൽ പോകുന്നുണ്ട്. അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് അവൾ ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ മറ്റവനെയും കൂട്ടി. ആരെ? ആ ചാർലിയെ. പള്ളിയിൽ പോയാൽ പിന്നെ അവർ തിരിച്ചു വരരുത്. ഒരു മോട്ടോർ ആക്സിഡന്റ്, കാറിന്റെ ബ്രേക്ക് കട്ട്. ഐഡിയ, ഇത് ഞാൻ ഏറ്റു. പിന്നെ കേരളം ആയതുകൊണ്ട് ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഈ കാർ ഓവർടേക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്താൽ ലെഫ്റ്റിലേക്ക് വേണം ടേൺ ചെയ്യാൻ. അതുപോലെ ലെഫ്റ്റിലെ ഇൻഡിക്കേറ്റർ കൊടുത്താൽ റൈറ്റിലേക്ക് ടേൺ ചെയ്യണം. ഓക്കെ. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ ഈ റൈറ്റ് ഡോർ തുറന്നിട്ട് ലെഫ്റ്റിൽ കൂടി ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഓക്കെ. കരി ഓൺ. എന്തോ ഒരു ഒരു പക്ഷിക്ക് 2 വെടി, ഒരു വെടിക്ക് 2 പക്ഷി. നീ വന്നേ. താനെന്തിനാ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങുന്നേ? ഞാൻ കറങ്ങല്ലോ, നിൽക്കുകയല്ലേ. അത് മനസ്സിലായി. എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? അല്ല, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോളൂ. ഡ്യൂട്ടിയിൽ സിൻസിയർ ആയിരിക്കണം. ഒരു ബോഡി കിടന്ന് പറഞ്ഞാൽ എപ്പോഴും ബോഡിയുടെ കൂടെ ഉണ്ടായിരിക്കണം. കേറൂ. അല്ല, നിങ്ങൾക്ക് പലതും സംസാരിച്ചോണ്ട് പോവാമല്ലോ. സംസാരിക്കാനുള്ളതൊക്കെ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. അല്ല, വേറെ പലതും കാണുമല്ലോ. ഞാനൊരു ജെന്റിൽമാനാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചീപ്പല്ല ഞാൻ. ഞാനൊരു ജെന്റിൽമാൻ ആയതുകൊണ്ട് ഇത് വരാൻ മടിക്കും. ജെന്റിൽമാനാണെങ്കിൽ ധൈര്യമായിട്ട് ചാപ്ലിൻ എന്താ ദൈവത്തിൽ വിശ്വാസം ഇല്ലേ? ദൈവത്തിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാറിൽ കയറാൻ പോകുന്നത്. എനിക്ക് നിന്നെ വിശ്വാസം. വിട്ടോളൂ. ഒരു വെടിക്ക് 3 പക്ഷി. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ചാപ്ലിൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഈ അവസരത്തിൽ ആര് പാടിപ്പോവും? ഇതൊന്നും അല്ല ചാപ്ലിന്റെ പാട്ട്. വേറെ ചില വെസ്റ്റേൺ മ്യൂസിക് ഉണ്ട് കയ്യില്. മറ്റേ വെള്ളം അടിക്കുമ്പോൾ പാടുന്ന പാട്ട് പറയട്ടാ.
എന്നെ ഇവിടെ ഇറക്കി വിടുവോ? അതെങ്ങനെ പറ്റും? ഓ ജീസസ്, വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. ബ്രേക്ക് ചവിട്ട്, പമ്പ് ചെയ്ത് ചവിട്ട്, ഗിയർ മാറ്റ്, ഗിയർ ഡൗൺ ചെയ്യാം. ആക്സിലേറ്റർ ചവിട്ടാനല്ല പറഞ്ഞു. ലെഫ്റ്റ് ഓടിക്കും. ഓ ഗോഡ്, ആക്സിലേറ്റർ കുറയ്ക്കും. ആക്സിലേറ്റർ കൂട്ടാനല്ലോ പറഞ്ഞത്. റൈറ്റ്. എന്ത് വേണ്ട, തിരിച്ചു നിർത്ത്. മാഡം, 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 ഒന്നും പറ്റിയില്ലോ?